ഭരണഘടനാ ഭേദഗതി ബില്ലിലെ ചർച്ചയിൽ പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേരും. രാവിലെ 10 മണിക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പാർലമെന്റിലെ ചേംബറിൽ ആണ് യോഗം. വിഷ്ണു പ്രസാദ് ഉണ്ട് വിശദവിവരങ്ങളുമായി. വിഷ്ണു, ഈ യോഗത്തിന്റെ അജണ്ട എന്താണ്? എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും? മോത്തി, ഇന്നലെ 12 മണിക്കൂർ നേരമാണ് വനിതാ സംവരണം യാഥാർത്ഥ്യമാക്കാനുള്ള 3 ബില്ലുകളിൽ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതിൻ്റെ ചർച്ച തുടരാൻ പോവുകയാണ്. വൈകിട്ട് 4 മണിക്ക് വോട്ടെടുപ്പും നടക്കുന്നുണ്ട്. ഇതിന് മുന്നോടിയായാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ യോഗം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പാർലമെന്റിലെ ചേംബറിൽ വെച്ച് 10 മണിക്ക് ചേരാനിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നതിലൊന്ന് 2023 വനിതാ സംവരണത്തിൻ്റെ വനിതാ സംവരണ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് ഇന്നലെ അർദ്ധരാത്രിയാണ് ഒരു ഗസറ്റ് ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയത്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ യോഗം ചേരുന്നത്. തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഈ വനിതാ സംവരണ നിയമം അത് പ്രാബല്യത്തിൽ വന്ന് നടപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ചും കൂടിയാലോചനകൾ നടത്തുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നിർണായകമായ ദിനമാണ് പാർലമെന്റിൽ ഇന്ന്. ഇത് സംബന്ധിച്ചുകൊണ്ട് തന്നെ ഈ നേതാക്കളെ സംബന്ധിച്ച്, അതായത് പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഭരണപക്ഷത്തേക്ക് പ്രതിപക്ഷ നിരയിൽ നിന്ന് ഒരു പാർട്ടിയുടെയും പിന്തുണ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക കൂടി ഇന്നത്തെ യോഗത്തിന്റെ ലക്ഷ്യങ്ങളിലുണ്ട്. ശരി.